Hello, I am Asif from 4th year BSc Nursing, Sarvodaya College of Nursing. അതെൻ്റെ ഡ്രീം ജോബ് ഇതായിരുന്നു, കോഴ്സായിരുന്നു നേഴ്സിംഗ് എടുക്കുക. മെഡിക്കൽ ഫീൽഡായിരുന്നു എനിക്ക് താല്പര്യം. സോ ഞാനത് നേഴ്സിംഗ് ചൂസ് ചെയ്തു. ഫസ്റ്റ് കുറച്ച് ടഫായിരുന്നു, ബട്ട് പിന്നീട് അത് അഡ്ജസ്റ്റ് ആയി എല്ലാം കൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഞാൻ സർവോദയ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടും എനിക്കൊരു എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ക്ലാസ് ടീച്ചിങ് അതാണ് ഇവിടുത്തെ ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന ലേണിങ്, ട്രെയിനിങ് അതെല്ലാം ഇവിടുത്തെ സർവോദയയിൽ നമ്പർ 1 ആണ്. സ്പോർട്സും കാര്യങ്ങളെല്ലാം ഇവർ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പീരിയൻസ് തരുന്നുണ്ട് ഇവർ. അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് തരുന്നുണ്ട്, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവരും കോളേജ് തരുന്നുണ്ട്. നമ്മുടെ ഫെയർവെൽ, 4th ഇയറിൻ്റെ ഫെയർവെൽ നമ്മളെല്ലാവരെയും മിസ് ചെയ്യും. നമ്മുടെ ഈ കോളേജ് ലൈഫെ മിസ് ചെയ്യുന്ന ഒരു ദിവസമാണ് അതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല, കോളേജ് ലൈഫ് നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരു ലൈഫാണ് അതെന്ന് പറയുന്നത്. സോ ആ സർവോദയ നമുക്കത് മെമ്മറബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാ പഠിക്കുന്ന കാര്യത്തിനാവട്ടെ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആവട്ടെ, എല്ലാം അവർ നല്ല ജോയിൻ ആയിട്ട് ഒരുമിച്ചാണ്, നമ്മളൊരു ടീം വർക്ക് പോലെയാണ് അവർ നിന്നിട്ടുള്ളത്. ഫ്യൂച്ചർ പ്ലാൻ ഓഫ് കോഴ്സ് എബ്രോഡ് പോകാൻ തന്നെയാണ് പ്ലാൻ. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് സെറ്റിലായി എക്സ്പീരിയൻസ് വാങ്ങിച്ചിട്ട് പുറത്തോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. ഞാൻ ഓസ്ട്രേലിയ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓസ്ട്രേലിയ സ്ഥലം, പ്ലേസ് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്യുന്നത്. എക്സാംസ് വേണം, AIELTS OET എഴുതണം, NCLEX RN എഴുതണം, ദെൻ OSCE എഴുതണം. ഫസ്റ്റ് ഇവിടെ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പോൾ എനിക്കൊരു പ്ലേസ്മെൻറ്റ് വഴി ഇവിടെ ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. സോ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ അവിടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എടുക്കണം, ഒരു 2 years എക്സ്പീരിയൻസ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പുറത്തോട്ട് പോകുന്ന എക്സാം പാസ്സാവാനായിട്ടുള്ള പരിപാടി നോക്കണം. ആസ്റ്റർ ഹെബ്ബാൾ CMI ബാംഗ്ലൂർ. ഞാൻ ഒന്നെങ്കിൽ OT അല്ലെങ്കിൽ CTVS ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ കരിയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പിന്നെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്. സോ എനിക്ക് ഇവിടുത്തെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഇന്റേൺഷിപ്പ് വഴി എനിക്ക് ICU തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കൊച്ചിൻ ആസ്റ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവിടെ ന്യൂറോ മെഡിക്കൽ ICUലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അതും കോളേജ് ഇന്റേൺഷിപ്പ് വഴിയാണ് ഞാൻ അവിടെ പോയത്. താങ്ക് യു സർ.